നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1-2 എപ്പിസോഡിന് മുമ്പ് കരളിനെ കാർന്നു തിരുന്ന പച്ചമരുന്നുകൾ എന്ന് പറഞ്ഞ് ഡോക്ടർ ആബി ഫിലിപ്സുമായി ചേർന്ന് ഒരു ഇൻ്റർവ്യൂ സ്റ്റൈലിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിന് ധാരാളം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കമൻസും അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ട്. അതിനകത്ത് കമൻസിനകത്ത് വന്ന ചോദ്യങ്ങൾക്കും അതുപോലെ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഡോക്ടർ ആബി ഫിലിപ്സ് തന്നെ സമയത്തിനനുസരിച്ച് തരും. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു ആയുർവേദ വൈദ്യനായിട്ടുള്ള ഡോക്ടർ ദിനേശ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകം പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബി എന്ന് പറയുന്നത് ഒരു പൊട്ടക്കണത്തിലെ തവളയാണ്. അദ്ദേഹത്തിന് വലിയ റിസർച്ചുമായിട്ടൊന്നും വലിയ പരിചയമില്ല, അല്ലെങ്കിൽ തന്നെ അതിൻ്റെ റിസർച്ചിനകത്ത് കൺക്ലൂഷൻ ഇല്ല, അല്ലെങ്കിൽ ആ പേപ്പറിനെ പറ്റിയോ ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാനായിട്ട് ഒന്നാമത് നമുക്കറിയാം കോവിഡ് കാലമാണ്, മോഡേൺ മെഡിസിൻ ആശുപത്രികളിലൊക്കെ വളരെയധികം തിരക്കാണ്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ഹെപ്പറ്റോളജിസ്റ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ഇമ്മ്യൂണോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ലിബിനെ കൊണ്ട് ഡോക്ടർ ദിനേശിനൊരു മറുപടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ ദിനേശിന് ധാരാളം സമയം കാണും. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടു, ആയുർവേദ ഹോസ്പിറ്റലിൽ ബേക്കറിയിലുള്ളതിനേക്കാൾ തിരക്ക് കുറവാണെന്ന്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകൂ. Modern hospitals are full of patients. Traffic in Ayurveda doctors, traffic among the Ayurveda practitioners, traffic among the Ayurveda colleges, Ayurveda clinics, much lesser than the bakeries. Much lesser than the bakeries in the lockdown period. കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരുപാട് സമയം കാണും. അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും കണ്ടിരിക്കുന്ന പലർക്കും പല സംശയങ്ങൾ. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്ന പോലെ പാരസിറ്റമോൾ അടിച്ച് ലിവർ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ പോവോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ലിബിനാണ് ഇന്ന് ഈ വീഡിയോയ്ക്ക് മറുപടി പറയുന്നത്. ഓവർ ടു യു ലിബിൻ. നമസ്കാരം സിയാർ. ആക്ച്വലി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ റഡാറിൽ വരുന്നത് നമ്മുടെ എസൻസ് ഗ്ലോബൽ നടത്തിയ ആയുർവേദ ഡിബേറ്റ്, കൃഷ്ണപ്രസാദുമായിട്ടുള്ള ഡിബേറ്റിലായിരുന്നു. അതിൽ ഇദ്ദേഹം ഒരു വളരെ വലിയൊരു മണ്ടത്തരം പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മിസ്ലീഡിംഗ് ആയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു വലിയൊരു മണ്ടത്തരം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അത് ആരും ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയോ പിന്നീട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയോ ചെയ്തില്ല. അപ്പം അദ്ദേഹം ഒരു പഠനം മുന്നോട്ട് കൊണ്ടുവന്നു. ആ പഠനം ആക്ച്വലി പബ്ലിഷ് ചെയ്തത് സയൻറ്റിഫിക് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഒരു ജേണലായിരുന്നു. ഒരു ഇമ്പാക്ട് ഫാക്ടർ 4 അടുത്തുള്ള ഒരു ജേണലാണ്. അദ്ദേഹം വന്ന് പറഞ്ഞത് എന്താണ്, അത് നേച്ചറിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. നേച്ചർ എന്ന് പറയുന്നത് 42 ഇമ്പാക്റ്റ് ഉള്ള വളരെ ഹൈ ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ഒരു ജേണലാണ് നേച്ചർ. അപ്പോൾ കൃഷ്ണപ്രസാദ് അദ്ദേഹത്തിന് സമയം കിട്ടിയപ്പോൾ കൃഷ്ണപ്രസാദ് പറഞ്ഞു തെറ്റാണ്, ഇത് നേച്ചറിലല്ല വന്നത്, അത് സയൻറ്റിഫിക് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഒരു വേറെ ജേണലാണ് വന്നതെന്ന് കൃഷ്ണപ്രസാദ് വളരെ വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. പക്ഷേ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. പുള്ളിക്കാരൻ തിരിച്ച് ഡിഫെൻസ് ആയിട്ട് വന്നപ്പം പറഞ്ഞു, കൃഷ്ണപ്രസാദിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറയാണ്, ഇത് നേച്ചറിൽ ഒരു റിപ്പോർട്ടായിട്ട് വന്നതാണ്, അത് അല്ലാണ്ട് ഇത് സയൻറ്റിഫിക് റിപ്പോർട്ട് അല്ല എന്ന് പറഞ്ഞു. നേച്ചർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ് എന്നുള്ളത് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സയൻറ്റിഫിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് ജേണലിൻ്റെ പേരൊന്നുമല്ല, അതൊരു ഐറ്റമാണ്. ഒരു ജേണലിൽ കൊഹോർട്ട് മറ്റേ ക്ലിനിക്കൽ സ്റ്റഡികൾ ഉണ്ടാവും, സയൻറ്റിഫിക് റിപ്പോർട്ടുകൾ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നേച്ചർ എന്ന് പറഞ്ഞ ഒരു ജേണലും സയൻറ്റിഫിക് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ മറ്റൊരു ജേണലും തമ്മിൽ തിരിച്ചറിയാൻ പോലുമുള്ള മിനിമം കോമൺ സെൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇവിടെ. അദ്ദേഹമാണ് ഇവിടെ നമ്മുടെ ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ പേപ്പർ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഈ പറയുന്ന വ്യക്തി എന്തൊക്കെ പേപ്പേഴ്സാണ് പബ്ലിഷ് ചെയ്യുന്നത്, അത് എവിടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി ഇദ്ദേഹം പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് തപ്പി നോക്കി. അപ്പോൾ സത്യത്തിൽ കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ എന്നുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. അദ്ദേഹം പബ്ലിഷ് ചെയ്ത 5 ആർട്ടിക്കിൾസും പ്രിഡേറ്ററി ജേർണൽസിലാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. പ്രിഡേറ്ററി ജേർണൽസ് എന്താണെന്ന് അറിയാത്ത സാധാരണക്കാർ മനസ്സിലാക്കുക, ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ, അതാ കാശ് കൊടുത്താൽ തള്ളിവിടാൻ പറ്റാവുന്ന ഏറ്റവും പരിതാപകരമായ പഠനങ്ങളാണ് പ്രിഡേറ്ററി ജേർണൽസ്. ഇതിന് ശരിക്കും ഒരു മലയാളം വാക്ക് എനിക്ക് അറിയത്തില്ല, വേണമെങ്കിൽ മഞ്ഞപ്പത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിലും താഴെയായിട്ട് വേണമെങ്കിൽ വല്ല കളി കൊടുക്കാമെന്നോ വല്ല ബാലരമയൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം പ്രിഡേറ്ററി ജേർണൽ വരുന്ന പേപ്പേഴ്സ് ഒന്നും ഒരിക്കലും ഒരു ഗവേഷണത്തിന് വേണ്ടി ആരും നോക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇദ്ദേഹത്തിൻ്റെ 1 അല്ല 2 അല്ല 5 എണ്ണമാണ് പ്രിഡേറ്ററി ജേർണൽസ് ഉള്ളത്. അതിൻ്റെ എല്ലാ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് സ്വയം അത് പരിശോധിക്കാം. ഇത് കേട്ട് ഞാനിതുവരെ ഇന്നേ വരെ 5 പ്രിഡേറ്ററി ജേർണലിൽ പബ്ലിഷ് ചെയ്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. മേ ബി ഹി തിങ്സ് ദാറ്റ് കൂടുതൽ പ്രിഡേറ്ററി ജേർണൽ പബ്ലിഷ് ചെയ്ത് ഒരു നോബൽ പ്രൈസിന് പോവാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ.
ശാസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആര് പറയുന്നു എന്നുള്ളതൊരു വിഷയമുള്ള കാര്യമല്ല, അവർ എന്തു പറയുന്നു എന്നുള്ളതാണ് കാര്യം. ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ പേപ്പറുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ, ആ വാദങ്ങൾ എന്താണ്, അത് ശരിയാണോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരുപാട് ക്രിറ്റിസിസമാണ് ഇവിടെ ഡോക്ടർ ദിനേശ് മുന്നോട്ട് വെക്കുന്നത്. ഇതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു 10 പോയിന്റ്സ് ആയിട്ട് സമ്മറൈസ് ചെയ്യാം. എന്നിട്ട് ആ 10 പോയിന്റ്സിൽ ഓരോ പോയിന്റും എടുത്തിട്ട് നമുക്കത് വിശദമായിട്ട് അനലൈസ് ചെയ്യാം. അപ്പം ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഡോക്ടർ ദിനേശ് റേസ് ചെയ്യുകയാണ്, ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ 2018 സ്റ്റഡി അതൊരു റിസർച്ചേ അല്ല, അതൊരു ജസ്റ്റ് ഒരു അനുഭവമാണ്, അതൊരു എക്സ്പീരിയൻസ് ആണെന്ന്. സത്യത്തിൽ ഇത് ഭയങ്കര കോമഡിയാണ്. കാരണം ഒരു സ്റ്റഡി ടൈപ്സ് തമ്മിൽ തിരിച്ചറിയാൻ പോലുമുള്ള കഴിവ് ഡോക്ടർ ദിനേശിനില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം നേച്ചറും സയൻറ്റിഫിക് റിപ്പോർട്ട്സും 2 ജേർണലുകൾ തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ 2 സ്റ്റഡി ടൈപ്പുകൾ തമ്മിൽ തിരിച്ചറിയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ല. അപ്പോൾ പൊതുജനം മനസ്സിലാക്കുക, ഇതൊരു അനക്ഡോട്ട് അല്ല, ഇതൊരു എക്സ്പീരിയൻസ് അല്ല, റാദർ ഇറ്റ്സ് എ ക്രോസ് സെക്ഷണൽ സ്റ്റഡി. അപ്പോൾ ക്രോസ് സെക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സ്പോഷർ ആൻഡ് ഔട്ട്കം പഠിക്കുന്ന പഠനങ്ങളെയാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇത് നല്ല ബോഡി ഓഫ് എവിഡൻസ് ആണ്. നമ്മൾ ആ എവിഡൻസിൻ്റെ പിരമിഡ് നോക്കുമ്പം അതിന് ഏറ്റവും താഴെ ഉള്ളതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻസ്, പിന്നെയാണ് ഈ കേസ് റിപ്പോർട്ട്സ്, സിംഗിൾ കേസ് റിപ്പോർട്ട്സ്, കേസ് സീരീസ്, റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി, അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ക്രോസ് സെക്ഷൻ സ്റ്റഡി വരുന്നത്. അപ്പം നല്ല ബോഡി ഓഫ് എവിഡൻസ് ഉള്ള ഒരു സ്റ്റഡി ഡിസൈനാണ്, അല്ലെങ്കിൽ സ്റ്റഡി മെത്തേഡാണ്, സ്റ്റഡി ടൈപ്പാണ് ക്രോസ് സ്റ്റഡീസ്. ഇത് ഡോക്ടർ ദിനേശ് പറയുന്ന പോലെ അനുഭവമോ എക്സ്പീരിയൻസോ ഒന്നുമല്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ ആബി ഇതിനകത്ത് ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ദി ഇൻസിഡൻസ് ഓഫ് ദ എക്സ്പോഷർ ആൻഡ് ദി ഔട്ട്കം ബിക്കോസ് ഓഫ് ദി ആയുർവേദ ആൻഡ് ഹെർബൽ മരുന്ന് കഴിച്ചുണ്ടാകുന്ന ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി. ഇത് അദ്ദേഹത്തിൻ്റെ സെൻറ്ററിൽ മാത്രം വന്ന, ആ സിംഗിൾ സെൻറ്ററിൽ മാത്രമുള്ളത് 2 മുതൽ 3% ആൾക്കാർക്കാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിനകത്ത് അദ്ദേഹം അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്നും ഒക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങളെല്ലാവരും പേപ്പർ പോയി വായിക്കുക. ഇനി ഈ പഠനം വന്നതിന് ശേഷം എന്ന് പറയുന്ന മുമ്പാണ്, ഈ പഠനമാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഇത്രയും ആൾക്കാരിൽ, അതായത് ഈ പറയുന്ന ആയുർവേദം ആൻഡ് ഹെർബൽ മരുന്നുകൾ കഴിച്ചിട്ട് ഉണ്ടായ ഡ്രഗ് ഇഞ്ചുറി പഠിക്കുന്ന ആദ്യത്തെ പഠനം. ഇതിന് മുമ്പുള്ള എല്ലാ പഠനങ്ങളും ഇൻഡിവിജ്വൽ കേസ് റിപ്പോർട്ട്സ് ആയിരുന്നു. അദ്ദേഹത്തിന് ഈ പഠനമാണ് ഇത്രയും നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഇത്രയും ലാർജ് സാമ്പിൾ സൈസിൽ ചെയ്തത്. അതിന് പുറമെ തന്നെ ഈ പേപ്പർ വന്ന ശേഷം ഇതിനൊരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ആ എഡിറ്റോറിയലിനകത്ത് വ്യക്തമായിട്ട് ആയുർവേദിക് ആൻഡ് ഹെർബൽ ഇൻഡ്യൂസ് ഡ്രഗ് ഇഞ്ചുറി, ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്, ഇറ്റ്സ് എ വേക്ക് അപ്പ് കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റോറിയൽ തന്നെ ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോന് താഴെയുണ്ട്, എല്ലാവരും പോയത് വായിക്കുക. അപ്പം ഇത് ഡോക്ടർ ദിനേശ് പറഞ്ഞ പോലെ അനുഭവമല്ല. അതുപോലെ 2018 ഈ ഒരു ഒറ്റ പഠനം കൊണ്ട് ഡോക്ടർ ആബി ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം നിർത്തിയിട്ടുമില്ല. ഇതിന് ശേഷവും അദ്ദേഹം 2 പേപ്പറുകൾ ഇതിനോട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അത് ഈവൺ മോർ ഡാമേജിങ് ആയിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് സിറോസിസും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസും അദ്ദേഹം വ്യക്തമായിട്ട് പഠിച്ചിട്ട് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് ആയിട്ട് തന്നെ ഇതുപോലെ ആണ് ക്രോസ് സെക്ഷൻ സ്റ്റഡീസ്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെയുണ്ട്, എല്ലാവരും അതും വായിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഡോക്ടർ ആബി അദ്ദേഹം ചെയ്യുന്ന പഠനം ഒരു അനുഭവമാണ് എന്ന് വളരെ ലാഘവത്തോടെ പറയുന്ന ഡോക്ടർ ദിനേശിന് ഒരു സ്റ്റഡി ടൈപ്പ് പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളത് വിട്ടുകളയാം. ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന്. ഒരു പക്ഷേ ആ ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ ആ ഒരു ടൈറ്റിലിൽ സിംഗിൾ സെൻറ്റർ എക്സ്പീരിയൻസ് എന്നൊരു ഭാഗമുണ്ട്. ചിലപ്പോൾ അത് വായിച്ച ഉടൻ തന്നെ എക്സ്പീരിയൻസ്, അപ്പോൾ അനുഭവം എന്ന് ചിലപ്പോൾ കത്തിയതായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കൊച്ചു ബുദ്ധിയിൽ അങ്ങനെ തോന്നിയതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ പൊതുജനം മനസ്സിലാക്കുക, ഇതൊരു അനുഭവമല്ല, ഇറ്റ്സ് എ വെൽ കൺട്രോൾഡ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി. അപ്പോൾ അതിൻ്റെ ലിങ്ക്സും എല്ലാം താഴെയുണ്ട്, അത് പോയി വായിക്കുക, സ്വയം മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിൻ്റായിട്ട് അദ്ദേഹം റേസ് ചെയ്യുന്നത് ഈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി അല്ലെങ്കിൽ DILI അല്ലെങ്കിൽ ഡിലൈ. ഈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി നമുക്ക് പഠിക്കാൻ ചാലഞ്ചിങ് ആണ്. അതൊരു പെത്തോളജിസ്റ്റിന് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലിനീഷ്യൻ അനലൈസ് ചെയ്യാൻ ചാലഞ്ചിങ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് ആയുർവേദം കൊണ്ടാണ്? ദർ ഈസ് നോ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന് പറയുന്നുണ്ട് ഡോക്ടർ ആബി ഫിലിപ്സ്. അപ്പോൾ എന്താണ് ആ ഒരു വാദം വെച്ച് തന്നെ എങ്ങനെയാണ് ഇത് ആയുർവേദം കൊണ്ടാണ് ഇതുണ്ടായത്, അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ എടുത്തുകൊണ്ടാണെന്ന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇത് സത്യത്തിൽ ഡോക്ടർ ദിനേശിന് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയെ പറ്റി സത്യത്തിൽ ഒന്നും അറിയാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വർത്തമാനം പറയുന്നത്. ദ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി ഈസ് ആക്ച്വലി എ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ. അതായത് പല അസുഖങ്ങളും, അതായത് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന്
തോന്നിക്കുന്ന രീതിയിലുള്ള പല അസുഖങ്ങളും നമുക്കുണ്ട്. ദർ ആർ മെനി ഡിസീസ് വിച്ച് മിമിക് ദിസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി. അത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആകാം, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസസ് ആകാം. അങ്ങനെ പല ഇതുമുണ്ട്. ഇതിനെല്ലാം അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. ഡോക്ടർ ആബി അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനായ സിഗ്നേച്ചേഴ്സ് ഉണ്ടെന്ന്. അപ്പം നമ്മൾ ഓരോന്നും കണ്ടിട്ട് ഓക്കെ ഇത് ഇതുകൊണ്ടാണ്, ഓക്കെ അത് മാറി, ഇത് ഇതുകൊണ്ടാണ്, ഓക്കെ അപ്പോൾ അത് മാറി. അങ്ങനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് നമ്മൾ അവസാനം ഒരു പോയിന്റിലെത്തുകയാണ്, ഓക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാറ്റേൺ. അപ്പോൾ ആ ഒരു പാറ്റേണിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ചാലഞ്ചിങ്, ഇറ്റ്സ് ലൈക്ക് എൻ ഇൻവെസ്റ്റിഗേഷൻ, ഇറ്റ്സ് എ ചാലഞ്ചിങ് പ്രോസസ് ആൻഡ് ദാറ്റ്സ് വൈ അബി റോഡ് ഇറ്റ്സ് ചാലഞ്ചിങ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. ഇതിന് വ്യക്തമായിട്ടുള്ള കുറേ സ്കോറിംഗ് ക്രൈറ്റീരിയകളുണ്ട്, വ്യക്തമായ കുറച്ച് ബയോപ്സി എവിഡൻസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഡോക്ടർ ദിനേശ് മനസ്സിലാക്കുക, ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി ആ ഒരു ചെറിയൊരു വാക്കിൽ താങ്കൾ ഇങ്ങനെ കടിച്ചു തൂങ്ങാണ്ട് ഓക്കെ ആ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട് ചലഞ്ചിങ് ആണെന്ന്, അപ്പോൾ എങ്ങനെയാണത് സാധിക്കുന്നത് അങ്ങനെ ചെറിയ കാര്യം പറയാതിരിക്കുക. ഇപ്പം ഒരു വാദത്തിന് കൂടി അത് ശരിയാണെന്ന് താങ്കൾ പ്രസ്താവിക്കുകയാണെങ്കിൽ, താങ്കളുടെ വീഡിയോയിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട് എത്രയോ അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് താങ്കൾ ഇത്ര ഇഞ്ചുറി കണ്ടിട്ടുണ്ടെന്ന്. അപ്പം അത് ഒരു പ്രശ്നമല്ലേ? ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിക്ക് ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ അത് നമ്മളങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ താങ്കൾ ഈ പറയുന്ന വാദവും തെറ്റാണ്. അപ്പം അങ്ങനെയല്ല, പൊതുജനം മനസ്സിലാക്കുക, ഇത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഡയഗ്നോസിസ് ഇസ് ബൈ എക്സ്ക്ലൂഷൻ. നമുക്കറിയുന്ന കാര്യങ്ങൾ, നമുക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളെല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്ത് അവസാനമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് വരുന്നത്. സോ ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് പ്രോസസ്, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, അതായത് ഡോക്ടർ ദിനേശ് ഇവിടെ പറയുന്നൊരു പോയിന്റാണ്, 94 പേർക്ക് ഇത് പറഞ്ഞ പോലെ ആയുർവേദിക് മരുന്നുകൾ കഴിച്ചിട്ട് പ്രശ്നമുണ്ട്, ബാക്കിയുള്ള 1000-ൽ പരം ആൾക്കാർ അലോപ്പതി മരുന്നുകൾ കഴിച്ച ശേഷം ലിവർ പോയവരാണെന്ന് പറയാണ്. അദ്ദേഹം ആ പറയുന്ന വാദം കംപ്ലീറ്റ്ലി തെറ്റാണ്, കള്ളത്തരമാണ്. ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ പഠനത്തിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് മറ്റുള്ള അസുഖങ്ങൾ കൊണ്ട്, അതായത് ഈ പറയുന്ന പോലെ അലോപ്പതി മരുന്നുകൾ കഴിച്ചിട്ടില്ല, പകരം മറ്റുള്ള അസുഖങ്ങൾ കൊണ്ട്. ഞാൻ പറഞ്ഞു മുമ്പ് പോയിന്റ് 2-ൽ എന്തൊക്കെയാണ് ആ പാറ്റേൺസ് എന്നുള്ളത്. അപ്പം അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു കൊഹോർട്ട് ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് വന്നത്, നമുക്ക് അറിയാവുന്ന കാരണങ്ങൾ കൊണ്ട്. അങ്ങനെയാണ് എക്സ്ക്ലൂഡ് ചെയ്തത്. അല്ലാതെ ഡോക്ടർ ദിനേശ് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അലോപ്പതി മരുന്ന് കഴിച്ചിട്ടുണ്ടായ ലിവർ ഇഞ്ചുറി ഒന്നുമല്ല. അദ്ദേഹം ചുമ്മാ ഒന്ന് തള്ളിയിട്ട് പോയതാണ്, കള്ളമാണ് അദ്ദേഹം പറഞ്ഞത്. നാലാമത്തെ പോയിന്റ് പാരസെറ്റമോൾ ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ നാട്ടു വൈദ്യന്മാരും പിന്നെ ജേക്കബ് വടക്കാഞ്ചേരി പോലത്തെ ആൾക്കാരും പിന്നെ ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാം സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ഈ പാരസെറ്റമോൾ. അതായത് എലിയിൽ പാരസെറ്റമോൾ കൊടുക്കുന്നു, അത് കൊടുക്കുന്ന വഴി ആ എലിയുടെ ലിവർ അടിച്ചു പോകുന്നു. അപ്പോൾ അത്രയും അതിഭയങ്കരമായൊരു ടോക്സിൻ ആണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലും നമ്മുടെ കരളും നമ്മുടെ ലിവറൊക്കെ അടിച്ചു പോകില്ലേ എന്നുള്ള ആ ഒരു വാദം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭീതി പടർത്തുന്ന ഒരു മെസ്സേജ് നമ്മളെപ്പോഴും സ്ഥിരം കാണാറുണ്ട്. ഇപ്പം തന്നെ ഡോക്ടർ ദിനേശിൻ്റെ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളും ഞങ്ങളുടെ എലികളുടെ ലിവർ അടിച്ച് കളയാൻ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത്, പാരസെറ്റമോൾ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ എലികളുടെയൊക്കെ ലിവർ അടിച്ച് കളയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടു. സത്യത്തിൽ അദ്ദേഹം ആ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, അദ്ദേഹം ഇപ്പോൾ യാതൊരു ആനിമൽ എക്സ്പീരിയൻസും ചെയ്യുന്നില്ല എന്നും അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല എന്നും. കാരണം ഇന്ന് ആരും പാരസെറ്റമോൾ ഉപയോഗിച്ചിട്ടല്ല എലികളിൽ ലിവർ ഇഞ്ചറി ചെയ്യുന്നത്. പകരം നമുക്ക് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞ വേറൊരു മോളിക്യൂളാണ് ഉപയോഗിക്കുന്നത്. പാരസെറ്റമോളൊക്കെ പണ്ട് ജാംബവാൻ്റെ കാലത്ത് നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കൊക്കെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ വായിക്കാം, അത് പരിശോധിക്കാം. അപ്പം കാർബൺ ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ച് റിസർച്ച് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്ത്, അതായത് ആനിമൽ എത്തിക്സ് കമ്മിറ്റിയിൽ ലിവർ ഇഞ്ചുറിക്ക് വേണ്ടി കോസേറ്റീവ് ഏജൻ്റായിട്ട് നമ്മൾ എഴുതുന്ന കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. ഈ കാലഘട്ടത്തിലാണ് ഇവിടെ ഡോക്ടർ ദിനേശ് പറയുന്നത് ഞങ്ങൾ പാരസെറ്റമോൾ കൊടുത്തിട്ടാണ് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കുന്നതെന്ന്. എനിവേ നമുക്കത് വിടാം, വിഷയത്തിലേക്ക് വരാം. ഓക്കെ, എന്തുകൊണ്ടാണ് എലിയിൽ നമ്മളത് കൊടുക്കുന്നു, അങ്ങനെ ടോക്സിക് ആയ കാര്യം മനുഷ്യരിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പൊതുജനത്തിൻ്റെ ഒരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അതായത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു എലിയുടെ ശരീരവും മനുഷ്യ ശരീരവും വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം. എലിയുടെ ശരീരത്തിനകത്തുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു മരുന്ന് കയറിയ അതിൻ്റെ ബയോ അവൈലബിലിറ്റിയും അതിൻ്റെ എക്സ്ക്രീഷൻ ടൈമും അതിൻ്റെ പ്രവർത്തന രീതികളും മെറ്റബോളിസം എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും. അതുകൊണ്ട് തന്നെ നമ്മൾ എലികളെ ഈ ഗവേഷണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതേപടിയെടുത്ത് ആനിമൽസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻസിലേക്ക് ട്രൈ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എലികളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ടോക്സിക് ആയതുകൊണ്ട് നമ്മളിൽ ടോക്സിക് ആവണമെന്ന് നിർബന്ധമില്ല. ഇത് വ്യക്തമായി തെളിയിക്കുന്ന ഒരുപാട് പഠനങ്ങളുണ്ട്.
പാരസെറ്റമോൾ കറക്റ്റ് ഡോസിൽ, അതായത് റെക്കമെൻഡഡ് ഡോസ് അഡൾട്ട് ഡോസിലോ അല്ലെങ്കിൽ പീഡിയാട്രിക് ഡോസിലോ കഴിക്കുന്ന ആൾക്കാരിൽ യാതൊരു രീതിയിലും ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയോ അങ്ങനത്തെ പാർശ്വഫലങ്ങളോ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പഠനങ്ങളൊന്നുമില്ല. എസ്പെഷ്യലി ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയെ ബന്ധപ്പെട്ടിട്ട് ഒരു പഠനങ്ങളില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട്, നിങ്ങൾക്ക് തന്നെ നോക്കാം, പരിശോധിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇഞ്ചുറി കിട്ടാം. എപ്പോഴാണ്? ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, അപ്പോൾ നിങ്ങൾ ഒറ്റ അടിക്ക് എടുത്ത് ഒരു 50 പാരസെറ്റമോൾ അങ്ങ് വിഴുങ്ങി. അങ്ങനെ വരുമ്പം അത്രയ്ക്കും ഹൈ ഡോസൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആണ് ലിവറിന് ഇഞ്ചുറീസും, ലിവറിന് മാത്രമല്ല പല രീതിയിൽ നിങ്ങൾക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ആൻറ്റിഡോട്ടുകളും പ്രതിമരുന്നും നമുക്കിന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ പാരസെറ്റമോൾ ടോക്സിറ്റി ആണെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാനുള്ള ആൻറ്റിഡോട്ട്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ടുപേരും വ്യത്യസ്തമായ ജീവികളാണ്, രണ്ടുപേർക്കും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എലിയിൽ ടോക്സിക് ആയതുകൊണ്ട് മനുഷ്യന് ഉപയോഗിക്കുന്നത് ഭീകരമാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഇനി ഇപ്പോഴും ആ സംശയം മനസ്സിൽ നിന്ന് മുഴുവനായിട്ട് മാറിപ്പോകാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു വേറെ ഉദാഹരണം കൂടി പറയാം. നമ്മളെല്ലാവരും കഴിക്കുന്ന ചോക്ലേറ്റ്, അത് മരുന്നല്ല, നമ്മുടെ ഫുഡാണ് ചോക്ലേറ്റ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് തന്നെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ടോക്സിക് ആണ്. യെസ്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അതായത് ചോക്ലേറ്റ് ടോക്സിസിറ്റി ഇൻ ഡോഗ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണ്? ഈ നായയുടെ ശരീരം വ്യത്യസ്തമാണ് മനുഷ്യരിൽ നിന്നും. അവർക്ക് തിയോബ്രോമൈഡ്, അതായത് ഈ ചോക്ലേറ്റിലുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അത് മെറ്റബോളൈസ് ചെയ്യാനുള്ള ഒരു പാത്ത് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നായയ്ക്ക് അതിൻ്റെതായ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും വരും. ലീതാലിറ്റിയിലേക്ക് പോകുന്നില്ലെങ്കിലും അവർക്ക് സിവിയർ ഇൽനെസ് വരുന്നുണ്ട്. അപ്പം ഈ ആനിമലിൽ അല്ലെങ്കിൽ നായ്ക്കളിൽ ടോക്സിക് ആയ ചോക്ലേറ്റ് ആണ് നമ്മൾ മനുഷ്യർ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അപ്പം പറഞ്ഞിരുന്ന ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഒരു ജീവിയിൽ അത് ടോക്സിക് ആയി എന്ന് കരുതി ഉടനെ തന്നെ നമ്മളിലും അത് ആവണം നിർബന്ധമില്ല. നമ്മുടെ ശരീരം വ്യത്യസ്തമാണ്, നമ്മുടെ ബയോകെമിക്കൽ പാത്വേസും എല്ലാം വ്യത്യസ്തമാണ്. അപ്പം അത് വ്യക്തമായി മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഭീതിപ്പെടുത്തുന്ന പാരസെറ്റമോള്, ലിവർ ഇഞ്ചുറി കേട്ട് പേടിക്കാതിരിക്കുക. പഠനങ്ങളെല്ലാം താഴെയുണ്ട്, വായിച്ചു നോക്കുക, സ്വയം മനസ്സിലാക്കുക. അഞ്ചാമത്തെ പോയിന്റ്, ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ പഠനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് ദർ ഈസ് എ മോസ്റ്റ് പ്രോബബിൾ ഓർ പോസിബിൾ കോസ് ഫോർ ഡിലൈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ദിനേശ് ആ ഒരു 2 വാക്കിൽ കയറി പിടിച്ചിരിക്കുകയാണ്, പ്രോബബിൾ ആൻഡ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹം വളരെ പരിഹാസ്യപൂർവ്വം അപ്പം ഉറപ്പില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ഊഹാപോഹങ്ങളും ഒരു പരിഹാസവും ഒക്കെയാണ് അദ്ദേഹം കൊണ്ടിരുന്നത്. സത്യത്തിൽ ഡോക്ടർ ദിനേശിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഡോക്ടർ ദിനേശിന് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയെ പറ്റിയോ ഈ റൂക്യാം സ്കോറിങ്ങിനെ പറ്റിയോ യാതൊരു ബോധവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് റൂക്യാം സ്കോറിങ്? അതായത് നമുക്ക് എന്തുകൊണ്ടാണോ ഇത് ഉണ്ടാകുന്നത് എന്ന് അളക്കാൻ ഒരു മാനദണ്ഡമുണ്ട്, ഒരു ടൂളുണ്ട്. ഈ ടൂൾ ബേസിക്കലി ഒരു കോസാലിറ്റി അസസ്മെൻറ്റ് ടൂളാണ്. ഈ ടൂളിനകത്ത് 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. നോ ഡിലൈ, അതായത് നോ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി, പ്രോബബിൾ ഡിലൈ, പോസിബിൾ ഡിലൈ ആൻഡ് ഡെഫിനിറ്റ് ഡിലൈ. ഇങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ വീഡിയോയ്ക്ക് ലിങ്ക് നോക്കുക, ഇതിനകത്ത് പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഡോക്ടർ ആബി ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ പഠനത്തിനകത്ത്, അദ്ദേഹത്തിൻ്റെ സിംഗിൾ സെൻറ്റർ പഠനത്തിനകത്ത് അദ്ദേഹം കണ്ട ആൾക്കാരെ എല്ലാം ബയോപ്സി എല്ലാം ചെയ്ത ശേഷം മനസ്സിലാക്കിയത് ദിസ് ഇസ് എ മോസ്റ്റ് പ്രോബബിൾ ഓർ പോസിബിൾ ഡിലൈ എന്നാണ്. അപ്പം ഡെഫിനറ്റ് ഡിലൈ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പേഷ്യൻറ്റിനെ എക്സ്പോഷർ ചെയ്യണം, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യണം. അതായത് ഓൾറെഡി ആയുർവേദ മരുന്നുകൾ കഴിച്ച് ലിവറൊക്കെ പോയ ആൾക്കാരെ പിന്നെയും ഇത് കഴിപ്പിച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം ഉറപ്പായിട്ടും ഇതുകൊണ്ട് തന്നെയാണ് പോയത്. ഇത് ഹ്യൂമൻ എത്തിക്സ് കമ്മിറ്റി അംഗീകരിച്ചിരുന്നൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് റൂക്യാം സ്കോറിങ്ങിൽ ഡെഫിനിറ്റ് ഡിലൈ ഇല്ലെങ്കിൽ കൂടിയും മോസ്റ്റ് പ്രോബബിൾ ഓർ പോസിബിൾ എന്നുള്ള ഒരു കാറ്റഗറി തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ആൾക്കാർ എടുക്കുന്നതും അത് വെച്ചിട്ട് തന്നെ ആൾക്കാർ ഗവേഷകർ മുന്നോട്ട് പോകുന്നതും. അപ്പം ഇതൊന്നും അറിയാതെ, റൂക്യാം സ്കോറിങ് എന്നൊന്നും അറിയാതെ ചുമ്മാ പ്രോബബിൾ പോസിബിൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഡോക്ടർ ദിനേശ്, നിങ്ങൾ മനസ്സിലാക്കുക, ഈ റൂക്യാം സ്കോറിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് ആബി ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ പഠനത്തിനകത്ത് പ്രോബബിൾ ആൻഡ് പോസിബിൾ കോസ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആബി ഡിഡ്ന്റ് ജസ്റ്റ് യൂസ് ദ റൂക്യാം സ്കോറിംഗ്, ഈ കോസാലിറ്റി അസസ്മെൻറ്റ് ടൂൾ മാത്രമല്ല ആബി ഉപയോഗിച്ചത്, അദ്ദേഹം അതിൻ്റെ മുകളിലായിട്ട് എല്ലാവർക്കും ബയോപ്സിയും ചെയ്തിരുന്നു. ഓൾ ദ പേഷ്യൻസ് ഹി ഡിഡ് ബയോപ്സി, ലിവർ ബയോപ്സി. ആ ലിവർ ബയോപ്സി ചെയ്തതിലൂടെ അദ്ദേഹം ഫർദർ എക്സ്ക്ലൂഡ് ചെയ്യുവാണ് വേറെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി കൊണ്ടായിരിക്കുമോ എന്നുള്ളത്. അതും എക്സ്ക്ലൂഡ് ചെയ്ത്, ഞാൻ ആദ്യമേ ആ പോയിന്റ് 2 പറഞ്ഞു, ഇറ്റ്സ് എ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ. അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഉറപ്പുവരുത്തി യെസ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഹെർബൽ ആൻഡ് ആയുർവേദിക് മരുന്നുകൾ കഴിച്ചിട്ടുള്ള ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി ആണ്.
അതുകൊണ്ട് റൂക്യാം സ്കോറിങ്ങും അതിന് പുറമെ ബയോപ്സിയും ചേർത്തിട്ട് ദാറ്റ്സ് കോൾഡ് ദ ഗോൾഡൻ സ്റ്റാൻഡേർഡ് അറ്റ് ദി മൊമെൻറ്റ്. റൂക്യാം സ്കോറിംഗ് ആൻഡ് ദ ബയോപ്സി, അത് രണ്ടും ചെയ്തിട്ടാണ് അദ്ദേഹം ഈ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഡോക്ടർ ദിനേശ്, നിങ്ങൾ പ്രോബബിൾ ആൻഡ് പോസിബിൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിന് പകരം റൂക്യാം സ്കോറിംഗ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇവിടെ ആറാമത്തെ പോയിൻ്റായിട്ട് ഡോക്ടർ ദിനേശ് റേസ് ചെയ്യുന്നതാണ് എങ്ങനെയാണിത് ആയുർവേദ മരുന്നുകൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വന്നത് എന്ന് ഉള്ളതൊരു ആർഗ്യുമെൻ്റാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു പരിധി വരെ അദ്ദേഹത്തിന് ഈ പേപ്പർ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കണം. കാരണം ഡോക്ടർ ആബി ഫിലിപ്സ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദ സിഗ്നേച്ചർ ഓഫ് ദ ഹെർബൽ ആൻഡ് ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഡിലൈ എന്ന് പറഞ്ഞിട്ട്. ഹെർബൽ ഡിലൈ, ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വളരെ ഒരു യുണീക്ക് സിഗ്നേച്ചറാണ്. അദ്ദേഹം അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഇറ്റ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇഞ്ചുറീസ്. ഒരുപാട് ഡിഫറെൻറ്റ് ഇഞ്ചുറീസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ബൈൽ ഡക്റ്റിന് ഇഞ്ചുറി ഉണ്ട്, ഈ ഹെപ്പറ്റോസൈറ്റ്സ് കോശങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ട്, ബ്ലഡ് വെസൽസിന് ഇഞ്ചുറി ഉണ്ട്, ഇതിന് പുറമെ എക്സ്റ്റെൻസീവ് നെക്രോസിസ്, ഇങ്ങനെയുള്ള ഒരു രീതിയിൽ അതായത് മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഇത് വേറെ ഒരു രീതിയിലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ ഒരു സിഗ്നേച്ചർ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ 2018 അല്ലാതെ ബാക്കിയുള്ള 2 പഠനങ്ങളും അത് എക്സ്റ്റെൻസീവായി എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ, ഈ പഠനങ്ങളൊന്നും വായിക്കാതെ എങ്ങനെയാണ് ഇത് ആയുർവേദമാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത്? ഈ ചോദ്യം തന്നെ വളരെ വളരെ പരിഹാസ്യമാണ്. അപ്പോൾ കൂടുതൽ പഠനങ്ങൾ വായിക്കുക. ഇത് കാണുന്ന പൊതുജനങ്ങൾ എല്ലാവരും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തുറന്ന് നോക്കാവുന്നതാണ്. വ്യക്തമായിട്ട് ഈ പറയുന്ന മരുന്നുകൾ കൊണ്ട് തന്നെയാണിത് വന്നതെന്ന് ഡെഫിനറ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്പെസിഫിക് സിഗ്നേച്ചേഴ്സ് അബിയുടെ അടുത്തുണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. സോ ഇതൊരു കോറിലേഷനോ അല്ലെങ്കിൽ ഒരു സ്പ്യൂരിയസ് കോറിലേഷനോ ഒന്നും അല്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഡിറക്റ്റ് എവിഡൻസ് ആണ്. മൊത്തത്തിൽ ഇവർ നല്ല പണി കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഡോക്ടേഴ്സ് ദിനേശ് അത് മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 7ാമത്തെ പോയിന്റ്, ഇവിടെ ഡോക്ടർ ദിനേശിൻ്റെ പ്രധാന വാദം ഇതാണ്: ഞങ്ങൾ ഈ കൊടുക്കുന്ന ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ കരൾ രോഗം ഉള്ള ആൾക്കാർക്ക് ആ കരൾ രോഗം സുഖപ്പെടാനായി കൊടുക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വാദിക്കാൻ സാധിക്കുക ഈ പറയുന്ന അസുഖം കരൾ രോഗമുള്ള ആൾക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ വാദത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി മരുന്നുകൾ കഴിച്ച് കരൾ പോയ ആൾക്കാർക്ക് ആയുർവേദം കൊടുത്തു, എന്നിട്ട് ബ്ലെയിം മുഴുവൻ ആയുർവേദത്തിന് വന്നു എന്നുള്ള ഒരു ടോണിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര കോമഡിയാണ്, പരിഹാസ്യമാണ്. കാരണം അദ്ദേഹത്തിന് ഈ പേപ്പർ ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വായിക്കാത്തത് കൊണ്ടോ ഉള്ള ബുദ്ധിമുട്ടാണ്. ആബി ഫിലിപ്സിൻ്റെ പേപ്പറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന രോഗികൾ അവർ ഈ പറയുന്ന കണ്ട ആയുർവേദ മരുന്നുകളും ഹെർബൽ മരുന്നുകളും ഒക്കെ കഴിച്ചത് കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി ഒരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിട്ടല്ല, പകരം മറ്റുള്ള അസുഖങ്ങൾക്ക് വേണ്ടി ലൈക്ക് വയറ്റുവേദന, ഡയബറ്റീസ്, ഇങ്ങനെ പറയുന്ന അസുഖങ്ങൾക്ക് വേണ്ടി പോയപ്പോഴാണ് ഈ പറഞ്ഞ മരുന്ന് കിട്ടിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇതൊന്നും വായിക്കാതെയാണ് ഈ പറഞ്ഞ ദിനേശ് ഇങ്ങനെ ഒരു വെള്ള പൂശാൻ ശ്രമിക്കുന്നത്. ഇത് അലോപ്പതി മരുന്ന് കഴിച്ച് ലിവർ പോയവർ ആയുർവേദത്തിൽ വന്നു, അപ്പോൾ ലിവർ ഇഞ്ചുറി നോക്കിയപ്പോൾ അത് ആയുർവേദത്തിൻ്റെ കുറ്റമായി കണ്ടു എന്നുള്ള രീതിയിൽ കൈയ്യടി ശ്രമിക്കുന്നത്. ഇത് തെറ്റാണ്. ആബി ഫിലിപ്സ് വ്യക്തമായിട്ട് കറക്റ്റായിട്ട് അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവർ കരൾ രോഗവുമായി ബന്ധപ്പെട്ടിട്ടല്ല ഇത്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ലൂസി വീഡിയോയിലും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് മറ്റുള്ള അസുഖങ്ങൾക്കും അതിന് പുറമെ വല്ലപ്പോഴും ഒക്കെ മദ്യപിക്കുന്നവർക്ക് മദ്യപാനത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ലിവർ പ്രൊട്ടക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ വരെ കൊടുത്ത മരുന്നുകളാണ്. അപ്പം അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. പൊതുജനം മനസ്സിലാക്കണം. ഇവിടെ ഡോക്ടർ ദിനേശ് മനഃപൂർവ്വം അത് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. 8ാമത്തെ പോയിന്റ്, ഇവിടെ ഡോക്ടർ ദിനേശ് പറയുകയാണ് ഈ അമേരിക്കയിൽ നിന്നും ഈ തള്ളിക്കളഞ്ഞ മരുന്നുകളുടെ ലിസ്റ്റ് ഞാനൊക്കെ ഒന്ന് എടുത്ത് നോക്കി, അതിനകത്ത് ആയുർവേദ മരുന്നുകളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സത്യത്തിൽ ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു രീതിയിൽ അത് കള്ളത്തരമാണ്. ഒരുപാട് മരുന്നുകൾ ആയുർവേദ മരുന്നുകളാണ്. അതായത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത മരുന്നുകൾ അമേരിക്കയിലേക്ക് അയക്കുകയും അമേരിക്ക അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്ത മരുന്നുകൾ, അതും ആബി ഫിലിപ്സ് ഈ പഠനം നടത്തുന്നതിൻ്റെ 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ തള്ളിക്കളഞ്ഞ മരുന്നുകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് നോക്കാം. ആ ലിങ്കിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾ ഡോക്ടർ ദിനേശ് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കിടെ നോക്കി പരിശോധിക്കാവുന്നതാണ്. ഇതെല്ലാം ആയുർവേദ മരുന്നുകളാണ്. ഇതെല്ലാം അമേരിക്ക അവിടെ അങ്ങോട്ട് അടുപ്പിക്കാതെ അവിടുന്ന് വിട്ട മരുന്നുകളാണ്. അപ്പം ഇതെല്ലാം വിടാനുള്ള കാര്യം ഈ മരുന്നുകളിലൊക്കെ
ഹൈ ലെവൽ ഓഫ് മെറ്റലും ഹെവി മെറ്റൽ ടോക്സിറ്റിയും ഒക്കെ കണ്ടതുകൊണ്ട് തന്നെ അത് GMP സർട്ടിഫൈഡ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മനുഷ്യന് ഹാനികരമാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ തള്ളിക്കളഞ്ഞ മരുന്നുകളാണ്. അതുകൊണ്ട് ഡോക്ടർ ദിനേശോട് പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. 9ാമത്തെ പോയിന്റ്, ആക്ച്വലി ഈ 9ാമത്തെ പോയിന്റ് ഭയങ്കര കോമഡിയാണ്. ഡോക്ടർ ദിനേശ് ആക്ച്വലി വളരെ പരിഹാസപൂർവ്വം പറയാണ് ആബി ഫിലിപ്സിൻ്റെ പഠനത്തിനകത്ത് കൺക്ലൂഷൻ ഇല്ല എന്ന്. കാരണം കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. സത്യത്തിൽ ഇത് കേട്ടിട്ട് എനിക്കിപ്പോഴും ചിരി അടക്കാൻ പറ്റുന്നില്ല. കാരണം ഡോക്ടർ ദിനേശിന് എങ്ങനെയാണ് ഒരു ജേർണൽ സബ്മിറ്റ് ചെയ്യുന്നതെന്നോ ഒരു പേപ്പർ ഒരു ജേർണലിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതെന്നോ ആ ജേർണലിൻ്റെ റൂൾസ് എന്താണെന്നോ ആ ഫോർമാറ്റിംഗ് സ്റ്റൈൽ എന്താണെന്നോ ഒന്നും ശരിക്കും അറിയാത്തത് കൊണ്ടുള്ള ഒരു ഡെഫിഷ്യൻസി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഡോക്ടർ ആബി ഫിലിപ്സ് പബ്ലിഷ് ചെയ്ത ഈ ജേർണലിൽ താങ്കൾക്ക് കയറി നോക്കാം, ഓദർ ഇൻസ്ട്രക്ഷൻസിനകത്ത് നോക്കാം. അതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ആബ്സ്ട്രാക്റ്റ് വേണം, ഇൻട്രൊഡക്ഷൻ വേണം, റിസൾട്ട്സ് വേണം, ഡിസ്കഷൻ വേണം. അവിടെ കൺക്ലൂഷൻ വേണമെന്ന് ആ ജേർണൽ നിർബന്ധമായിട്ടും പറയുന്നില്ല. കാരണം അവർക്കത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആബി അത് എഴുതാത്തത്. അതേസമയം വേറെ പല ജേർണലുകൾക്കും അതിൻ്റെ ആവശ്യമുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ആവശ്യതയുണ്ട്. ഇനി എന്തിനേറെ പറയുന്നു, ഒരുപാട് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പഠനങ്ങൾ പബ്ലിഷ് ചെയ്ത പല ആർട്ടിക്കിൾസിനകത്തും ഈ പറഞ്ഞ പോലെ കൺക്ലൂഷൻസ് ഒന്നുമില്ല. ഇതിൽ ഏറ്റവും പരിഹാസ്യമായ കാര്യം വേറൊന്നുമല്ല, ഈ എസൻസ് ഗ്ലോബലുമായി നടത്തിയ ഒരു ആയുർവേദ ഡിബേറ്റ്, KP കൃഷ്ണപ്രസാദ് നടത്തിയ ഡിബേറ്റിനകത്ത് ഡോക്ടർ ദിനേശ് ഒരു പേപ്പർ പൊക്കിക്കൊണ്ട് വന്നിരുന്നു. സയൻറ്റിഫിക് റിപ്പോർട്ട്സിൽ പബ്ലിഷ് ചെയ്തൊരു പേപ്പർ. അതെന്തോ ഈ ജീനോം വൈഡ് അനാലിസിസ് ഓഫ് പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ. ആ പേപ്പർ പക്ക ഉടായ്പാണ്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ ആ പേപ്പർ പൊക്കിക്കൊണ്ട് വന്നിട്ട് ദിനേശ് പറയുകയാണ് ഇതാണ് നമ്മുടെ ത്രിദോഷത്തിൻ്റെ എവിഡൻസ് എന്നൊക്കെ പറയുന്ന ആ പേപ്പറിൽ പോലും കൺക്ലൂഷൻ ഇല്ല. ആ പേപ്പറും ഡിസ്കഷനിലൂടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ ആബി ഫിലിപ്സിൻ്റെ പഠനം കൺക്ലൂഷൻ ഇല്ലാമെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നിങ്ങൾ ഡിബേറ്റിൽ കൊണ്ടുപോയ ആ പേപ്പറിന് പോലും കൺക്ലൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. എനിവേ കൺക്ലൂഷൻ ആവശ്യമില്ല. കാരണം ഡോക്ടർ ആബി ഫിലിപ്സ് പബ്ലിഷ് ചെയ്ത ജേർണലിൽ ആ റിക്വയർമെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ 10ാമത്തെ പോയിന്റ്, ഇതാണ് ഹെൽസിങ്കി ഡിക്ലറേഷൻ. ഇത് ഹെൽസിങ്കി ഡിക്ലറേഷനാണ് താങ്കൾ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം താങ്കൾ ഹെല്ലി സംഖ്യെന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. എനിക്ക് താങ്കൾ പറയുന്നത് ആദ്യം മനസ്സിലായില്ല. ഹെൽസിങ്കി ഡിക്ലറേഷനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എനിവേ, ഹെൽസിങ്കി ഡിക്ലറേഷനും ആബിയുടെ പഠനവുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ആബിയുടെ പഠനത്തിനകത്തിൽ ഈ ഹെൽസിങ്കി ഡിക്ലറേഷൻ ഇല്ല എന്നോ അത് ഡിക്ലറേഷൻ പ്രോപ്പറായി പാലിച്ചില്ല എന്നോ താങ്കൾ പറയുന്ന വാദങ്ങളൊക്കെ വളരെ പരിഹാസ്യമാണ്. ഇനി പൊതുജനങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഹെൽസിങ്കി ഡിക്ലറേഷൻ ഓൾ ലുക്സ് ഓൺ ഈസ് ദർ എനി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഡ്യൂറിങ് ദി പ്രിപ്പറേഷൻ ഓഫ് ദി മാനുസ്ക്രിപ്റ്റ്. അതായത് ഈ മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ മനുഷ്യ അവകാശ ലംഘനം വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആബിയുടെ പഠനവുമായി ബന്ധപ്പെട്ടോ മെത്തേഡ്സായി ബന്ധപ്പെട്ടിട്ടോ റിസൾട്ട്സുമായി ബന്ധപ്പെട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഈ പുള്ളിക്കാരൻ പറയുന്നതെല്ലാം വൻ തള്ളാണ്. അദ്ദേഹത്തിന് അത് പറയാൻ പോലും സാധിക്കുന്നില്ല പ്രോപ്പറായിട്ട്. എനിവേ, ഇതാണ് 10 പോയിന്റ്. ഇതെല്ലാം ഓരോന്നോരോന്ന് ഞാൻ ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ആയുർവേദം പഠിക്കുന്ന കുട്ടികളോടാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയ വശം ചിന്തിക്കാനും അത് അന്വേഷിക്കാനും ശ്രമിക്കുക. ഈ പഞ്ചഭൂതവും ത്രിദോഷവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ബന്ധം എന്താണുള്ളതെന്നും ഇതിനെന്ത് ശാസ്ത്രീയ അടിസ്ഥാനമാണ് ഉള്ളതെന്നും നിങ്ങൾ നിരന്തരമായി നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക. നിങ്ങൾ അധ്യാപകരോട് ചോദിക്കുക, അവർ തരുന്ന ഉത്തരം നിങ്ങൾ വായിക്കുക, അത് നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക. ഇന്ന് നിലവിലുള്ള ശാസ്ത്രീയ തത്വങ്ങളായിട്ട് കോർത്തിണങ്ങി പോകുന്നതാണെന്ന് സ്വയം പഠിക്കുക, പരിശീലിക്കുക. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ റൈറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി മരുന്ന് കഴിക്കാം. ആയുർവേദമാവട്ടെ ഹോമിയോപ്പതി ആകട്ടെ, അതെല്ലാം നിങ്ങളുടെ ഒരു മൗലികമായ അവകാശമാണ്. പക്ഷേ ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സിൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് പലതരത്തിലും ആയുർവേദിക് മരുന്നുകളും ഹെർബൽ മരുന്നുകളും കഴിച്ചിട്ട് സിവിയർ ആയിട്ടുള്ള ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറീസ് ഉണ്ടായ കേസസ് ആണ്. ഇത് അദ്ദേഹത്തിന് മാത്രം പഠനങ്ങളുള്ള വേറെ ഒരുപാട് പഠനങ്ങൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കമ്പോണൻസ് എന്താണെന്നും ഇത് എങ്ങനെയാണ് തൻ്റെ ശരീരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതെന്നും അതിനകത്ത് പ്രിസർവേറ്റീവ്സ് എന്താണെന്നും അതിൻ്റെ എഫക്ട്സും സൈഡ് എഫക്ട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മറ്റുള്ള ആൾക്കാരോട് ഇത് കൂടുതൽ വ്യക്തത പറ്റുന്ന ആൾക്കാരോട് സംസാരിക്കുക. ഈ ഒരു ലേബലും ഇല്ലാതെ എന്തെങ്കിലും ഉരുട്ടിത്തരുന്ന സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു പക്ഷേ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കാരണം നിങ്ങളുടെ ലിവറോ കിഡ്നിയോ അടിച്ചു പോയി കഴിഞ്ഞാൽ
അവസാനം പോകേണ്ടി വരുന്നത് മോഡേൺ മെഡിസിൻ ഡോക്ടർ അടുത്തായിരിക്കും. ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ട അത്രയും ഒരു ലേറ്റ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഒന്നത് വളരെ എക്സ്പെൻസീവ് ആണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഡോണറെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ സംഭവിച്ചേക്കാം. എനിക്ക് മൂന്നാം പറയാനുള്ളത് ഡോക്ടർ ദിനേശോടാണ്. ഡോക്ടർ ദിനേശ്, നിങ്ങൾ ഇവിടെ ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ പഠനം എടുത്തിട്ട് വിമർശിച്ചു. അതിനകത്ത് ഒരു വസ്തുതയും ഇല്ലാമെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തിരിച്ച് ചെയ്തത്. എനിക്ക് നിങ്ങളുടെ മണ്ടത്തരങ്ങളെല്ലാം വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോ ചെയ്യണം. നിങ്ങളെ ഡീബങ്ക് ചെയ്യാൻ നിങ്ങളുടെ പുറകെ ഞാനും ഉണ്ടായിരിക്കും. ടിൽ ദെൻ നീ പോ മോനെ ദിനേശ. 15 മിനിറ്റുള്ള വീഡിയോ ഡീബങ്ക് ചെയ്യണമെങ്കിൽ ഇത്രത്തോളം സമയമെടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചെയ്യാണ്. 2 പോയിന്റുകളും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ആബി അതിനകത്ത് പറയുന്ന ഒരു പഠനം അതിന് റെഫറൻസ് ഇല്ല എന്ന് ഡോക്ടർ ദിനേശ് പറയുന്നുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബി സൂചിപ്പിക്കുന്നത് അബിയുടെ പഠനത്തെ തന്നെയാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഈ പഠനം നടത്തുന്നതിനായിട്ട് ആബി ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉപയോഗിച്ചതെല്ലാം മോഡേൺ മെഡിസിൻ്റെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതിനൊന്നും യാതൊരു രീതിയിലുള്ള ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഇല്ല എന്ന്, അല്ലെങ്കിൽ കണ്ടാമിനൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ പച്ചമരുന്നുകളിലോ അതിനെ അപേക്ഷിച്ച് വളരെ വളരെ നല്ല ഡോസിലുള്ള ഹെവി മെറ്റലിൻ്റെ ടോക്സിസിറ്റിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള കണ്ടൻറ്റ് കാണാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ് ഫ്രം ലൂസി. ബൈ.